ഇന്ന് എനിക്ക് മുട്ട ചിക്കി ഉണ്ടാക്കി തരുമോ? മുട്ട ചിക്കിയോ? ആ, അതെന്ത് ചിക്കിയാണ്? മറ്റേ തട്ടുകടയിൽ കിട്ടില്ല, ഗ്രീൻ പീസും മുട്ടയൊക്കെ ഇട്ടിട്ട് ചിക്കി ചനക്കിയ പോലെ ഒരു സാധനം. മുട്ടയും ഗ്രീൻ പീസും കൂടി കൊത്തിപ്പൊരിച്ചതാ. കൊത്തിപ്പൊരി. പക്ഷെ മുട്ട ചിക്കിയല്ലേ നല്ലത്, പറയുമ്പോൾ ഒരു ഗുമ്മതല്ലേ. ഉണ്ടാക്കി തരുമോ? ഗ്രീൻ പീസ് ഉണ്ടല്ലോ. ഗ്രീൻ പീസ് ഉണ്ട്, എന്നാ ഉണ്ടാക്കി തരാം. ഓക്കെ, കമോൺ. ഗ്രീൻ പീസ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചു. അതിന് വേണ്ടത് എന്താ വേണ്ടത് പറയൂ. പച്ചമുളക്, സവാള, ഉപ്പ്, മുട്ട. മുട്ട സാധാരണ മുട്ട പൊരിക്കും പോലെ തന്നെ മുട്ട പൊരിക്കുക, ഇത്രേ ഉള്ളോ? പിന്നെ വേറൊരു മെയിൻ സാധനം ഉണ്ടല്ലോ, ഗ്രീൻ പീസ്. അല്ലാണ്ട് വേറൊരു മെയിൻ സാധനം ഉണ്ടല്ലോ. അതില്ലാണ്ട് എന്നാ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൽ മുട്ട ഇട്ടു. യെസ്. പച്ചമുളക്, ഉപ്പ്, സവാള. അടിക്കങ്ങണ്ടേ. ഉള്ളി കൂടിപ്പോയാ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വളരെ ഈസിയാണ്, കുറച്ച് സാധനം മതിയില്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒറ്റിക്കങ്ങോട്ട് കൊത്തിപ്പൊരി. ഓംലേറ്റ് അല്ലല്ലോ. ഓംലേറ്റ് ഇല്ല. ഓംലേറ്റ് ആവും അത്. കറവറ. കോഴിനെ കണ്ട് പഠിക്കണം. കോഴി ഇതിന് നന്നായി ചിക്കി തരും. ആ കോഴിൻ്റെ മുട്ടയാണ് ഈ മുട്ട. ഇതൊരു കളറില്ലല്ലോ. കളർ ഉണ്ടായി. കൈ പറിച്ച് ശേഷം മാറ്റും. നന്നായിട്ട് ചിക്കൻ മുട്ട നന്നായിട്ട് പൊടിയാക്കുക. യെസ്. അതിപ്പോൾ ഓംലേറ്റ് അടിച്ചിട്ട് ഇങ്ങനെ കൊത്തി നാക്കിയാലോ ഇതേപോലെ ആവില്ലേ? ചിക്കി കഴിഞ്ഞു. മുട്ടയായിട്ട് ഇത് ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. യെസ്. കട്ടുക അങ്ങോട്ട് പ്ലേറ്റ് ഇട്ട് അങ്ങോട്ട് കമത്ത്. കണ്ട ഒരു ഉപ്പേരിൻ്റെ ലുക്ക് തോന്നും, പക്ഷെ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സാധനമാണ്. വേണ്ടവർക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. അവരിങ്ങനെ എന്തൊന്നുമില്ല, അവർ ചട്ടി എടുക്കിട്ട് കറക്കും, അതോടെ സാധനം തീരും. അമ്മ, എൻ്റെ ഒരു സംശയമാണ്, ഈ തട്ടുകടയിലേക്കില്ലേ അവരെന്താ കരണ്ടി ഉപയോഗിക്കാതെ? അവർ ഈ പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ തട്ടിക്കളിക്കണേ. ഇപ്പം എന്തെങ്കിലും ഓംലേറ്റ് ആണെങ്കിൽ ശരി, ദോശ കല്ലെടുത്തു കറക്കി, ഓംലേറ്റ് റെഡി. ഇത് നന്നായിട്ടുണ്ട്, അല്ല ഇത് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടിച്ച് വെച്ച കുരുമുളകില്ലേ, കുരുമുളക് പൊടി. കുരുമുളക് ഇപ്പം പൊടിച്ചതാണ്, ഒരു മായങ്ങളും ഇല്ല, മന്ത്രങ്ങളും ഇല്ല, ഫ്രീ. കുരുമുളക് പോലും കടയിൽ നിന്ന് മേടിച്ചതല്ല, വീട്ടിൽ വളഞ്ഞ കുരുമുളകാണ്. കുരുമുളക് പൊടി ഇട്ടു. ഇതിനും കൂടി ഇടായിരുന്നാ? നല്ലൊരു. അയ്യോ വേണ്ട. അല്ല അമ്മ, നമ്മുടെ കുരുമുളക് വരെ
പ്യുവർ ഫ്രഷ് അല്ലേ? കുരുമുളക്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഒഴിച്ചോ. സാധനം റെഡിയായി, നല്ല മണമുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ മോനെ സീന്. വെയിറ്റ്, ക്ലോസ് അപ്പ്. കഴിച്ചു നോക്കൂ. നിക്ക് ഇനി ഇത് പിടി. അത് ഞാൻ കഴിച്ചു. നീ കഴിച്ചു നോക്ക്. എന്നാ കഴിച്ചു നോക്ക്. ചൂട്. ഞാനിപ്പോൾ വലിയ മ്യൂസിക്കൽ ബാൻഡെങ്കിലും ആയാലിപ്പോൾ പൊന്തിച്ചുടി. പൊന്തിച്ച് പിടിച്ച് എൻ്റെ കൈ ഇപ്പോൾ വേവും. ഇതാണ് നമ്മുടെ മുട്ട ചിക്കിയത്. പൊന്തിച്ച് പിടിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. നല്ല ചൂടാണ്. കഴിച്ചു നോക്കട്ടെ. വായ് കൊള്ളണ്ട. എന്നെ ചിരിപ്പിക്കരുത്. വലിയ ഞാനൊരു വലിയ ഘട്ടത്തിലാണ്. ചൂടുണ്ട് കേട്ടാ. എന്താ എക്സ്പ്രഷൻ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടോടെ കഴിക്കണം, പക്ഷെ വായി പൊള്ളിപ്പോരുത്. പിന്നെ നല്ല പൊള്ളം വരും. അമ്മയ്ക്ക് ഇതാ നോക്കട്ടെ. ടേസ്റ്റ് ഇല്ലേ? പൊളിപ്പനാണ്. നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. ഗ്രീൻ പീസ് മാത്രമാണ് പുറത്തുനിന്നായിട്ട് മേടിക്കാനുള്ളൂ. ബാക്കി മുട്ട എല്ലാവരും കയ്യിലുണ്ടാവും, കുരുമുളക് പൊടി എല്ലാവരും കയ്യിലുണ്ടാവും. വെളിയിൽ നിന്ന് വാങ്ങണത് തന്നെയാണ്. അല്ല, എന്താ ചിലർക്ക് മുട്ട, കോഴി വീട്ടിലാണെങ്കിൽ മുട്ട കിട്ടില്ലേ? എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഗ്രീൻ പീസ് മാത്രമാണ് അധികം ഇല്ലാത്തത്. തട്ടുകടയിൽ ഉണ്ടാക്കണ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന സാധനമായിട്ടില്ല. എന്തായിരുന്നു എൻ്റെ മുട്ട ചിക്കി, മുട്ടയും ഗ്രീൻ പീസും കൂടി കൊത്തിപ്പൊരി. തട്ടുകട സൂപ്പർ ടേസ്റ്റ് ആണ്. തട്ടുകടയിൽ അഭിപ്രായം പറയാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.